എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. ഞാനൊരു ഫുൾ ചിക്കൻ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിന് പകരം നമുക്ക് ചിക്കൻ 3-4 കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടും തയ്യാറാക്കിയെടുക്കാം. ഹോൾ ചിക്കൻ റോസ്റ്റ് ആണെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് ജ്യൂസി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു OTG ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇന്ന് ഞാൻ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നത് അഗാരോ OTG ഉപയോഗിച്ചിട്ടാണ്. ഇതിൽ നമുക്ക് ബേക്ക് ചെയ്യാനും ഗ്രില്ല് ചെയ്യാനും റോട്ടിസറി റോസ്റ്റ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ കുറച്ച് റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഓവനിൽ നമുക്കിതുപോലൊരു ബേക്ക് പാൻ കിട്ടുന്നുണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു ഓവൻ റാക്കാണ്. നമുക്ക് ഗ്രില്ല് ചെയ്യാനും ഒക്കെ ആയിട്ട് നല്ലൊരു ഓവൻ റാക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു റോട്ടിസറി റോഡ് വരുന്നുണ്ട്. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് വെച്ചിട്ട് റോട്ടിസറി ചിക്കനൊക്കെ തയ്യാറാക്കിയെടുക്കാം. പിന്നെ റോട്ടിസറി ഹാൻഡിലാണിത്. അതിൻ്റെ റോഡ് നമുക്ക് സേഫായിട്ട് പുറത്തേക്ക് എടുക്കാനായിട്ടുള്ളൊരു ഹാൻഡിലാണ്. ഇത് വരുന്നത് പാൻ ഹാൻഡിലാണ് കേട്ടോ. പാൻ പുറത്തേക്ക് എടുക്കാനായിട്ടുള്ള ഒരു ഹാൻഡിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫങ്ഷൻ ഇത് ടെമ്പറേച്ചർ നോബാണ് കേട്ടോ വരുന്നത്. ഇതിൽ നമുക്ക് 250 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. അതുപോലെ ഇത് ഫങ്ഷൻ നോബാണ്. ഇതിൽ നമുക്ക് 5 തരത്തിൽ ഫങ്ഷൻ സെറ്റ് ചെയ്യാം. ബോട്ടം സൈഡ് മാത്രമായിട്ട്, ടോപ്പ് സൈഡ് മാത്രമായിട്ട്, പിന്നെ ടോപ്പും ബോട്ടം സൈഡ് മാത്രമായിട്ട്. അതുപോലെ റോട്ടിസറി വെക്കുന്ന സമയത്ത് അത് ബോട്ടം സൈഡ് മാത്രമായിട്ടും ചൂടാക്കാം. അതുപോലെ ബോത്ത് സൈഡ് നമുക്ക് ചൂടാക്കിയെടുക്കാം. 5 തരത്തിൽ ഫങ്ഷൻ സെറ്റ് ചെയ്യാം. പിന്നെ ഇത് ടൈമർ നോബാണ് വരുന്നത് മൂന്നാമത്തേത്. ഇതിൽ നമുക്ക് 60 മിനിറ്റ് വരെ, അതായത് 1 മണിക്കൂർ വരെ ടൈം സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിന്ന് അഗാരോ OTG ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഹോൾ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഫുൾ ചിക്കൻ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ സ്കിന്നില്ലാതെയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്കിന്നോട് കൂടിയിട്ട് ഉണ്ടാക്കാം. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ തൊലിയോട് കൂടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സ്കിൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ സ്കിന്ന് കളഞ്ഞിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ 1200 ഗ്രാമിൻ്റെ ഒരു ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മാക്സിമം ചെറിയ ചിക്കൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 2.5 ലിറ്ററോളം വെള്ളം ഒരു വലിയ ബൗളിൽ എടുത്തിരിക്കുകയാണ്. ഇതിൽ നമ്മുടെ ചിക്കൻ ഇതിൽ കുറച്ച് സ്പൈസസൊക്കെ ചേർത്ത് മുക്കി വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഉപ്പാണ്. 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർക്കാം. നമുക്ക് പിന്നീട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ തൈം എടുത്തിട്ടുണ്ട്. തൈം ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഒരു 2.5 ടീസ്പൂൺ വരെ റോസ്മെറി എടുത്തിട്ടുണ്ട്. അതും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ചിക്കന് നല്ല ഫ്ലേവർ കിട്ടുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു 1/3 കപ്പ് വരെ വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വരെ പാഴ്സ്ലി ലീവ്സ് ചേർത്തിട്ടുണ്ട്. പാഴ്സ്ലി ഞാൻ ഫ്രഷാണ് ചേർത്തത്. ഫ്രഷ് ഇല്ലെങ്കിൽ ഡ്രൈ പാഴ്സ്ലി ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ചെറുനാരങ്ങയുടെ തൊലിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ലൊരു മണമൊക്കെ കിട്ടും നമ്മുടെ ചിക്കന്. അപ്പോൾ അതിനായിട്ട് ഈ തൊലിയും കൂടി വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കാരണം നമ്മുടെ ചിക്കന് നല്ലോണം ഉപ്പും പുളിയും ഈ ഒരു മസാലകളും ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടണം, അതിനായിട്ടാണ്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിൽ ചിക്കൻ വെച്ചപ്പോൾ ഇത് മുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലോണം ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. അതിന് കണക്കായിട്ടുള്ളൊരു പാത്രം വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ വെച്ച് കണ്ടില്ല, ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ പുറത്തോട്ടേക്ക് തള്ളി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബൗളൊന്ന് മാറ്റുന്നുണ്ട്. ഒരു സ്റ്റീലിൻ്റെ കുറച്ച് കുഴിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ ചിക്കനും വെള്ളമൊക്കെ ഒന്ന് മാറ്റുകയാണ്. കാരണം ഈ വെള്ളത്തിൽ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. അതിനായിട്ടുള്ള പാത്രം നിങ്ങൾ ആദ്യം തന്നെ എടുത്തോളൂ കേട്ടോ. ഞാൻ ഈ ബൗൾ എടുത്തപ്പോൾ അതിൽ മുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ വെള്ളവും കൂടി സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം ചിക്കൻ നല്ലോണം മുങ്ങിക്കിടക്കുന്നുണ്ട്. അത് അടിയിലായിട്ടുണ്ട്, ഒട്ടും മുകളിലേക്കായിട്ടില്ല. വെള്ളമാണ് മുകളിൽ നിൽക്കുന്നത്. ഈ ഒരു രീതിയിൽ വേണം നിൽക്കാനായിട്ട്. വെള്ളം മുകളിൽ നിൽക്കണം. അപ്പോൾ ഇതാ, ഇനി ഈ പാത്രം അടച്ചു വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാണ് കേട്ടോ. ഫ്രീസറിലല്ല, ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാനൊരു 10 മുതൽ 12 മണിക്കൂർ വരെ ഇതിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായി നല്ല ഫ്ലേവറോട് കൂടിയിട്ടായിട്ട് വരും. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്.
അപ്പോൾ ഇനി നമുക്ക് ചിക്കന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് വരെ വെളുത്തുള്ളി തൊലി കളഞ്ഞത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10-12 വെളുത്തുള്ളി എടുത്താൽ മതി. പിന്നെ ഒരു 1/4 കപ്പ് പാഴ്സ്ലി ലീവ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ റോസ്മെറി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ തൈം, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/3 കപ്പ് വരെ ഒലീവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 12 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 12 മണിക്കൂറിലധികം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ ഈ വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് എടുക്കാം. ചിക്കൻ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം വെള്ളം കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഈ വെള്ളം ഇനി നമുക്ക് ആവശ്യമില്ല കേട്ടോ, അത് കളയാം. അപ്പോൾ ചിക്കൻ ഇതിൽ നിന്നും പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. മസാല പുരട്ടാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഈ ചിക്കനിൽ ബാക്കി വന്ന വെള്ളമൊക്കെ നമുക്കിതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ വെച്ചിട്ട് നന്നായിട്ടങ്ങ് തുടച്ചു കൊടുക്കാം. ഒട്ടും വെള്ളം ഇല്ലാതെ വേണം നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബൗളിലുള്ള വെള്ളവും ചിക്കൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ കൂടി നല്ലതുപോലെ അങ്ങ് തുടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ചിക്കൻ്റെ എല്ലാ ഭാഗവും നല്ല ഡ്രൈ ആയി വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന പേസ്റ്റ് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടങ്ങ് പുരട്ടി കൊടുക്കാം. മുഴുവൻ പേസ്റ്റും ചിക്കൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ മുകളിലും അടിഭാഗത്തും ഇതിൻ്റെ ഉൾഭാഗത്തും ഒക്കെ ഈ മസാല നല്ലോണം അങ്ങ് പുരട്ടി കൊടുക്കണം. ഇതുപോലെ ഉള്ളിലൊക്കെ നല്ലോണം മസാല പുരട്ടണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ മസാല പുരട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചിറകുണ്ടല്ലോ, ആ വിങ്സ്, അത് ഞാനൊരു നൂല് വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ച് അടച്ചിട്ട് വീണ്ടും 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിലോട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 1 മണിക്കൂർ മതി കേട്ടോ ഇനി. അപ്പോൾ കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാൻ 1 മണിക്കൂറാണ് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിത് നന്നായിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ്. 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഓവൻ ആദ്യം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 15 മിനിറ്റാണ് ഈ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഫങ്ഷൻ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ താഴെ മാത്രം ഹീറ്റ് ആവുന്ന, അതായത് ബേക്ക് ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത് 200 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഈ ഓവൻ ഇവിടുന്ന് പ്രീ ഹീറ്റ് ആവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഓവൻ റാക്കിലോട്ട് നമ്മുടെ ചിക്കൻ മാറ്റി കൊടുക്കാം. ഇതിവിടെ പ്രീ ഹീറ്റ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ബൗളിൽ നിന്നും എടുത്തിട്ട് നമ്മുടെ റാക്കിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ താഴെ ബേക്ക് പാനും അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു ഗ്രില്ലും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ താഴെ നമ്മുടെ ബേക്ക് പാൻ വെച്ച് കൊടുക്കുക, അതിൻ്റെ മുകളിൽ ഈ ഒരു ഗ്രില്ല് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഈ ചിക്കൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ ഓവനിലേക്ക് മാറ്റാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ മാരിനേറ്റ് ചെയ്ത കുറച്ച് മസാല ഈ ഒരു ബൗളിൽ ബാക്കിയുണ്ട്. അത് കളയരുത്. നമുക്ക് പിന്നീട് ചിക്കൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അതവിടെ മാറ്റി വെക്കുക. അതിനുശേഷം ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഓവൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിത് കുറച്ച് താഴെയായിട്ടാണ് കേട്ടോ വെക്കുന്നത്, മിഡിലായിട്ടല്ല, കുറച്ച് താഴെയായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട്. അപ്പോൾ 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് ചിക്കൻ താഴെയായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ടെമ്പറേച്ചർ നല്ലോണം കുറച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 200 ഡിഗ്രിയിലാണ് പ്രീ ഹീറ്റ് ചെയ്തത്, പക്ഷേ ടെമ്പറേച്ചർ ഇപ്പോൾ വെച്ചിരിക്കുന്നത് 125 ഡിഗ്രിയിലാണ്. അതുപോലെ തന്നെ ടൈം സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് 1 മണിക്കൂറാണ്. അതായത് ചെറിയ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് 1 മണിക്കൂർ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് പിന്നീട് ഒരു പ്രാവശ്യം കൂടി വെക്കണം. അത് ഞാൻ ആ സമയത്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് 125 ഡിഗ്രി സെൽഷ്യസിൽ 1 മണിക്കൂർ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് 125 ഡിഗ്രി സെൽഷ്യസിൽ റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായപ്പോൾ ഞാനിതിൻ്റെ ഫങ്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ താഴെയും മുകളിലും
ചൂടാവുന്ന ആ ഒരു മോഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ ബേക്ക് ഓപ്ഷനിൽ, അതായത് താഴെ മാത്രം ചൂട് കിട്ടുന്ന മോഡായിരുന്നു ചൂസ് ചെയ്തത്. അരമണിക്കൂറായപ്പോൾ ഞാൻ താഴെയും മുകളിലും ചൂടാവുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് കുറേ സമയം എടുക്കുന്നു ഒരു തോന്നലുണ്ടാവും, പക്ഷെ അത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ്, ബ്രോക്കലി, ക്യാരറ്റ്, റാഡിഷ്, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം, ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തത് ഞാൻ ചേർത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ വരെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം തൈം, പിന്നെ കുറച്ച് ഡ്രൈഡ് പാഴ്സ്ലി ഏകദേശം ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും കേട്ടോ ഈ സാധനങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂൺ വരെ ഒലീവ് ഓയിലും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഓവനിൽ ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇത് ഓഫായിട്ടുണ്ട്. നമുക്കിനി തുറന്നിട്ട് ചിക്കൻ പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ തന്നെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെച്ചിട്ട് ഒന്നുകൂടി നല്ലതുപോലെ വേവിച്ച് പുറം ഭാഗമൊക്കെ ഒന്ന് ക്രിസ്പി ആക്കി എടുക്കാൻ മാത്രമേ വേണ്ടുള്ളൂ. ഏകദേശം വെന്തിട്ടുണ്ടാവും. 1 മണിക്കൂർ നമ്മൾ വെച്ചല്ലോ ചെറിയ ചൂടിലാണെങ്കിലും. അപ്പോൾ ഞാൻ വീണ്ടും ഓവൻ ഓൺ ചെയ്തിട്ട് ഒരു 40 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഒരു 30-35 മിനിറ്റോളം ഇനിയും ഇതൊന്ന് വേവിക്കണം. അപ്പോൾ അതിനായിട്ട് 40 മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഈ ഒരു ബേക്ക് പാനിലോട്ട് ഞാൻ മാറ്റി കൊടുത്തിരിക്കുകയാണ്. താഴെ നമ്മൾ വെച്ച ബേക്ക് പാൻ ഉണ്ടല്ലോ, അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ചിക്കൻ വീണ്ടും മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു മസാല ഉണ്ടല്ലോ, അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ വരെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ തന്നെ യൂസ് ചെയ്താലും മതി. ചിക്കൻ്റെ മുകൾ ഭാഗത്തും അടിഭാഗത്തും ഒക്കെ എല്ലാ ഭാഗത്തും ഈ ഒരു ബട്ടറും മസാലയും ചേർന്നിട്ടുള്ള ഈ മിക്സ് അങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ അധികം ഡ്രൈ ആയി പോവില്ല ഇനി നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്കിത് ഓവനിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയിട്ടാണ് ഇത് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ 40 മിനിറ്റ് സെറ്റ് ചെയ്ത് ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റൊക്കെ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഇപ്പോൾ 180 ഡിഗ്രിയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ വെച്ചിരിക്കുന്നത് താഴെയും മുകളിലും ചൂട് കിട്ടുന്ന ആ ഒരു ഓപ്ഷനാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ OTG ഓഫായിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ പുറത്തേക്ക് എടുക്കാം. നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ വെന്ത് ക്രിസ്പിയായി മാറിയിട്ടുണ്ട് കേട്ടോ. പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി പോലെയാണ് ഇരിക്കുന്നത്. അതുപോലെ നമ്മുടെ വെജിറ്റബിൾസും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ചിക്കനും വെജിറ്റബിൾസൊക്കെ ഞാനൊരു പ്ലേറ്റിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചിക്കൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാം, നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എന്തുമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. ഉൾഭാഗമൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ടാണ് ഉള്ളത്, കണ്ടില്ലേ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഇതുപോലത്തെ ഹോൾ ചിക്കൻ റോസ്റ്റ് കിട്ടുമെന്ന് തോന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതുണ്ടാക്കി നോക്കൂ. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. അപ്പോൾ ഇനി നമ്മുടെ ഓവൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അധികം അഴുക്കൊന്നും ആയിട്ടില്ല നമ്മളിത് ചെയ്യുന്ന സമയത്ത്. മാത്രമല്ല ഞാൻ ഇതിൻ്റെ താഴെ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു സാധാരണ ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടക്കാൻ മാത്രമേ വേണ്ടൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഓവൻ ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. സൈഡും ഗ്ലാസ്സും ഒക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീനിങ് ജോലിയും കൂടി അങ്ങ് തീരും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. താങ്ക് യു.